അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈത്തണ്ടയിൽ തൂങ്ങി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എടുക്കുകയും ചുംബിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നത് കണ്ട് മറ്റു സഹാബികൾ ചോദിക്കുകയാണ്, ഈ കുട്ടി ആരുടെ കുട്ടിയാണ്? അതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത്, ഇതെന്നെക്കാൾ ശ്രേഷ്ഠനായ ഒരാളുടെ മകളാണ്. താങ്കളെക്കാൾ ശ്രേഷ്ഠനായ ആൾ ആരാണ്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, സഅദ് ബിൻ റബീഅ. മദീനയിൽ ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് വളരെയധികം കഷ്ടതകളും ത്യാഗങ്ങളും സഹിച്ച ഖസറജുകാരനായ ഒരു സഹാബിയാണ് സഅദ് ബിൻ റബീഅ. മദീനയിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കെ അവിടുത്തെ ജൂതന്മാർ ഔസ് ഖസറജ് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന് മൂർച്ച കൂട്ടുകയും അതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. എന്നുമാത്രമല്ല, ഔസുകാരോടും ഖസറജുകാരോടും ജൂതന്മാർ പറയാറുണ്ട്, ഞങ്ങൾക്കിടയിൽ ഒരു പ്രവാചകൻ വരും, അന്ന് നിങ്ങളെല്ലാം സമ്പൂർണ്ണമായി ഞങ്ങൾ പരാജയപ്പെടും. ഈ വാക്ക് സഅദ് ബിൻ റബീഅയുടെ മനസ്സിൽ വളരെ ആഴത്തിൽ സ്വാധീനിക്കുകയാണ്. ആരായിരിക്കും ആ പ്രവാചകൻ? എവിടെയാണ് അദ്ദേഹം വരിക? എന്താണ് അദ്ദേഹം ലോകത്തിന് നൽകുന്ന സന്ദേശം? തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചിന്തിക്കുന്നു. അതേസമയം നിരന്തരമായി ഔസ് ഖസറജ് സംഘർഷത്തിൽ മനം മടുത്ത ഒരു സഹാബി കൂടിയായിരുന്നു അദ്ദേഹം, ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ മക്കയിൽ ആരംഭിച്ച സന്ദർഭത്തിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അദ്ദേഹം യാത്ര നടത്തുകയാണ്. പ്രവാചകനുമായി സന്ധിക്കുകയും ഇസ്ലാമിക സന്ദേശം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയും പ്രവാചകന് അഭയം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത അഖബ ഉടമ്പടികളിൽ അദ്ദേഹം പങ്കെടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു. മദീനയിലെത്തി പ്രവാചകൻ അദ്ദേഹം ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. പ്രവാചകൻ്റെ ഇടവും വലവും എല്ലാ സന്ദർഭങ്ങളിലും ഒരു സുരക്ഷാ ഗാർഡ് എന്ന നിലയിൽ പ്രവർത്തിച്ച സഹാബിയാണ് സഅദ് ബിൻ റബീഅ. അദ്ദേഹം ബദറിലും ഉഹദിലുമെല്ലാം വളരെയധികം ആവേശത്തോടുകൂടി പങ്കെടുത്തു. ഉഹദിൽ അദ്ദേഹം മരണാസന്നനായി, നിരവധി വെട്ടുകളേറ്റു മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുന്ന അൻസാരിയായ സഹാബിയോട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അധികകാലം താമസിക്കയില്ല, ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്, ഞാൻ രക്തസാക്ഷിയാവുകയാണ്. പക്ഷേ നിങ്ങളോട് എനിക്കൊരു വസിയത്തുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിച്ചിരിക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ സാധിക്കാതെ വന്നാൽ, അവിടുത്തെ സംരക്ഷണത്തിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ വന്നാൽ നമ്മൾ ലോകത്ത് ഏറ്റവും ദുർബലരായിരിക്കും. നിങ്ങളുടെ ജീവൻ ബലി കൊടുത്തും അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് വസിയത്ത് രേഖപ്പെടുത്തിയിട്ടാണ് സഅദ് ബിൻ റബീഅ അള്ളാഹുവിലേക്ക് യാത്ര പോകുന്നത്. മഹാനായ സഹാബിയായിരുന്നു, അൻസാരികൾ പ്രധാനപ്പെട്ട സഹാബിയാണ്. അതുപോലെ തന്നെ ഖസറജ് ഗോത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം. പക്ഷേ ഇസ്ലാമിലേക്ക് വന്ന് പ്രവാചകൻ്റെ ഇടവും ബലവും ഒരു ഖാദിമായി പ്രവർത്തിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവുകൾ, അവിടുത്തെ ശാസനകളെല്ലാം ശിരസാ വഹിച്ച് ഒരു സന്തത സഹചാരിയായി അക്ഷരാർത്ഥത്തിൽ ജീവിച്ച സഅദ് ബിൻ റബീഅയെ കുറിച്ചാണ് എന്നെക്കാൾ ശ്രേഷ്ഠനായ സഹാബി എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിലയിരുത്തിയത്.